الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള മുഖ്ലിസീങ്ങളായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന, മസ്ജിദിന്റെ പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന ചൂട് അതികഠിനമായ, ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളവയാണ്. സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. ഉടുത്ത വസ്ത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അയാൾ മുഴുവൻ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ആളുകളുള്ളത്. അല്പം ആശ്വാസം ലഭിച്ചെങ്കിൽ, ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ, ഒരു മഴ പെയ്ത് തോർന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളാണ് അധികം. പക്ഷേ നാം നമ്മുടെ ഉപജീവനം തേടി ദിവസവും അൽഹംദുലില്ലാഹ് ഇറങ്ങുന്നുണ്ട്. കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഉപജീവനമൊക്കെ അത് നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ജുമ കഴിഞ്ഞ് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു മസ്ജിദിന്റെ പുറത്ത് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ ഫ്രീ ആയിട്ട് ചില മനുഷ്യന്മാർ ദാനം എന്നോണം, ഒരു സ്വതക്ക എന്നോണം മോരിങ്ങനെ കലക്കി വഴിയാത്രക്കാർക്ക് വേണ്ടി സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു. വഴിയാത്രക്കാർക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി. പ്രിയപ്പെട്ടവരെ, ചൂടുകാലവും ശൈത്യകാലവും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ്. ചൂടുകാലത്ത് മാത്രം ഉപജീവനത്തിന് കൃഷി, അതിന്റെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ കൊണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന ഉപജീവനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
അത് ചില ഫലങ്ങളൊക്കെ നല്ല രൂപത്തിൽ അത് കനികളായി വരുന്നത്, അതിന്റെ പഴം അതിന്റെ കൃത്യമായ രൂപത്തിൽ അത് പുറത്തേക്ക് നൽകുന്നത് ഈ ചൂടുകാലത്താണ്. ചില മരങ്ങളിലൊക്കെ അതിന്റെ പൂക്കൾ കൃത്യമായി അതിങ്ങനെ പൂക്കുകയും അതിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതും ചിലപ്പോ ഈ കാലഘട്ടത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ പൂക്കൾ അങ്ങനെ പൊഴിഞ്ഞു പോകും. അവിടെ കൃഷിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കും, അവർ പ്രയാസത്തിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സംവിധാനങ്ങളാണ് ചൂട് എന്നതും തണുപ്പ് എന്നതും. കൃത്യമായ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാൻ. ശക്തമായ മഴ പെയ്താലും അതുപോലെ തന്നെ ശക്തമായ ചൂടായാലും ചില മനുഷ്യന്മാർ ഇങ്ങനെ പൊറുതികെട്ട വർത്തമാനങ്ങൾ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഴി പറയുന്ന, കാലത്തെ പഴിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയും, യുഅദീനി ഇബ്നു ആദം, എന്റെ അടിമകളായ ആദം സന്തതികൾ, യുഅദീനി, അവർ എന്നെ പ്രയാസപ്പെടുത്തുകയാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്. യസുബ്ബുദ്ദഹർ, അവർ കാലത്തെ പഴി പറയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅനദ്ദഹർ, നാമാണ് കാലം എന്നത്, ബിയദിൽ അംർ, എന്റെ കരങ്ങളിലാണ് എല്ലാ കാര്യങ്ങളുടെയും തീരുമാനമുള്ളത്. അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിന്റെ കരങ്ങളിലാണ് എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും നാമാണ് മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറി പറയാൻ പാടില്ല, അതിനെ മോശം പറയാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരുവനും പറയാൻ പാടില്ല. എന്ന് പറയാൻ പാടില്ല? യാ ഖൈബത്തദ്ദഹർ, അല്ലയോ കഷ്ടകാലമേ. കഷ്ടകാലം എന്ന് പറയുന്ന ആളുകൾ എത്രയാണ്? എന്റെ കഷ്ടകാലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീരുന്നത്, അല്ലെങ്കിൽ അയാളുടെ കഷ്ടകാലമാണത് എന്ന് പറയുന്ന വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വാചികമായി നമ്മൾ പറയുന്ന ഇത്തരം വാക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത്തദ്ദഹർ, നിങ്ങൾ കഷ്ടകാലം എന്ന് പറയരുത്. തീർച്ചയായും അല്ലാഹുവാണ് കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാലത്തെ പഴിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ പണ്ടാരമടങ്ങാൻ, അതുപോലെ തന്നെ നാശം വരാൻ, എന്തൊരു ചൂടാണ്, എന്തൊരു വെയിലാണ്, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ഇത്തരം പാചകങ്ങൾ കൊണ്ട് ഇതൊരു കഷ്ടം പിടിച്ച ഒരവസ്ഥയാണ് അല്ലെ. പണ്ടാരടങ്ങാൻ എന്നുള്ള രൂപത്തിലൊക്കെ വടക്കോട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ പറയണ കാണാൻ പറ്റും. ഇത്തരം വാചകങ്ങൾ കൊണ്ട് ആ ചൂടിന്റെ കാഠിന്യത്തെ കുറിക്കാനാണ് പറയണതെങ്കിലും, പക്ഷെ അള്ളാഹുവിനെ കൂടെ ചേർത്ത് അള്ളാഹുവിനെ മോശം പറയുന്ന ഒരു രൂപത്തിലാണ് ഇത്തരം വർത്തമാനങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് ആ ചൂടിന്റെ കാഠിന്യം അത് വർദ്ധിക്കുമ്പോ ഇത്തരം വർത്തമാനങ്ങൾ വിശ്വാസിയിൽ നിന്ന് വരാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് ശക്തമായ രീതിയിൽ ചൂട് കാലത്തൊക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാകും, പനി ഉണ്ടാകും. അതുപോലെ തന്നെ ശരീരത്തിൽ ഉഷ്ണം കൊണ്ട് നമ്മുടെ ശരീരങ്ങളിൽ തന്നെ പലപ്പോഴും പല വെക്കകളും ഇങ്ങനെ പൊന്തി വരും. ശരീരത്തിൽ ഇങ്ങനെ ചൂട് കാലമായി കഴിഞ്ഞാൽ, നമ്മുടെ മക്കളിലേക്കായി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടാകും. ഇങ്ങനെ കാറ്റിങ്ങനെ വീശി കൊടുക്കും, അല്ലെങ്കിൽ AC ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവരെ മാറ്റും. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും തണലായും സൗകര്യങ്ങളായും നമ്മളൊക്കെ ചെയ്തു കൊടുക്കും ദുനിയാവിൽ. അല്ലെ, നമുക്ക് പ്രിയപ്പെട്ട മക്കളാണ്. കാരണം അവര് അവരുടെ ശരീരത്തിൽ പൊള്ളൽ പോലും ഏൽക്കാൻ, ഒരു പോറലേൽക്കാൻ പോലും നമ്മൾ അനുവദിക്കൂല. അല്ലെ, കാറ്റ് വീശുന്ന രൂപത്തിലുള്ള, AC-യുടെ രൂപത്തിലുള്ള, തണൽ മാർഗങ്ങളായുള്ള, അല്ലെങ്കിൽ തണുത്ത ശീതീകരിച്ച പാനീയങ്ങളായുള്ള എല്ലാ സംവിധാനങ്ങളുമായി നമ്മുടെ മക്കളെ നമ്മൾ സമീപിക്കും. എന്തേ കാരണം? നമുക്ക് അവരോടുള്ള അതിയായ ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ്. ദുനിയാവിൽ ഈ ചൂട് നമ്മെ അസ്വസ്ഥമാക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ മനമുരുകി പറയേണ്ട ഒരു വാചകമുണ്ട്, വഖിന അദാബന്നാർ, വഖിന അദാബന്നാർ, നരകത്തിന്റെ തീയിൽ നിന്ന്, അതിന്റെ ചൂടിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്ന പ്രാർത്ഥന അത് ഇഖ്ലാസോട് കൂടി പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഹൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം ഒരുക്കണം. ദുനിയാവിൽ നമ്മളിങ്ങനെ ആ സൗകര്യങ്ങൾ ഒരുക്കുന്ന ആളുകളാണ്, അവർക്ക് തണൽ വിരിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ അതിന് വേണ്ട വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ സഹോദരങ്ങളോട് ആരെല്ലാമാണോ വിശ്വാസ രംഗത്ത് നിന്ന്, കർമ്മരംഗത്ത് നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അറിയാതെ ജീവിക്കുന്ന ആളുകൾ, ഇവർക്ക് കൃത്യമായ ദീൻ എത്തിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
ഇനി മസ്ജിദിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ആ എ സിയിൽ ഇരിക്കാനുള്ള അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം കയറിയ ആളുകൾ പോലും ഉണ്ടാകും. ആ പള്ളിയിൽ ഇങ്ങനെ എ സി ഉണ്ട്. എ സി ഇല്ലാത്ത പള്ളികൾ വളരെ കുറവാണ്. എങ്കിലും അത്തരം പള്ളികളിലേക്ക് ഇത് ഖുത്ബയൊന്നും അല്ല ലക്ഷ്യം, മറിച്ച് ഒരു ആശ്വാസം കിട്ടണം. ഒരു വേള ആ ഖുത്ബ കേൾക്കുക എന്നതിലുപരി പല മനുഷ്യരുടെയും നീയത്തായി കടന്നു വരുന്ന ഒന്നാണെന്ന്. ഈ ചൂടിൽ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി കയറുന്ന ആളുകൾ വരെ പള്ളികളിൽ ഉണ്ടാകും. അല്ലെ, ഈ സമയത്ത് നമ്മുടെ യാത്രകൾ നമ്മൾ ക്രമീകരിക്കും. എന്താ കാരണം? ചൂടിന്റെ ഒന്ന് കാഠിന്യം കുറയട്ടെ, ഒന്ന് വൈകുന്നേരമാക്കാം, അല്ലെങ്കിൽ വളരെ നേരത്തെ രാവിലെ എഴുന്നേറ്റ് യാത്ര തിരിക്കുന്ന ആളുകളൊക്കെ എന്താ കാര്യം? ആ ചൂട് സഹിക്കാൻ പറ്റണില്ല എന്നുള്ളത് കൊണ്ടാണ്. ചൂട് പറ്റണില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ആ ഓലപ്പുരകളിൽ നിന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് നമ്മൾ മാറി, തണൽ മരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റി, അതുപോലെ തന്നെ വാഹനങ്ങൾ ധാരാളമായി സൗകര്യങ്ങൾ കൊണ്ട് നിറഞ്ഞാടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ റോഡുകൾ വികസനങ്ങൾ വന്നു. അല്ലെ, ശക്തമായ ചൂട് അതിനനുസരിച്ച് കൂടുമ്പോൾ അത് ദുനിയാവിന്റെ സംവിധാനങ്ങളായി നമ്മൾ കാണുമ്പോഴും നമ്മൾ ദുനിയാവിൽ ഈ ചൂടാണെങ്കിൽ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ പരലോകം എന്നത് വളരെ ഗൗരവത്തിൽ കാണണം. അല്ലെ, പരലോകത്ത് നമുക്ക് എ സി കിട്ടണം, അല്ലെങ്കിൽ ശീതീകരിച്ച പാനീയങ്ങൾ നമുക്ക് ലഭിക്കണം, ഒരു തണൽ വൃക്ഷം നമ്മുടെ അരികിലേക്ക് അങ്ങനെ കടന്നു വരണം. കാരണവശാലും ഒരു നരകത്തിയിലേക്ക് വീഴുന്ന ഒരവസ്ഥ, അങ്ങനെ ചൂട് കൊള്ളുന്ന ഒരവസ്ഥ വിശ്വാസികൾ നമുക്ക് വരാൻ പാടില്ല. അല്ലെ, വാൽപ്പാറയിലെ ദുരന്തം നമ്മൾ കണ്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പ്രയാസമാണ്. അവർ പ്രതീക്ഷിച്ചില്ല നാളെ ഖബറിലാണ് എന്ന്. അല്ലെ, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ യാത്രക്കിടയിൽ, അല്ലെ, നമ്മുടെ ഉറക്കത്തിനിടയിൽ ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചെടുത്തു എന്ന് വരാം. അതിനുള്ളിൽ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും എല്ലാം ക്ലിയർ ആയിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ചൂട് കാരണം ആളുകൾ ഇങ്ങനെ തണലത്തേക്ക് മാറുന്നത് കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വല്ലാതെ ഇങ്ങനെ കരഞ്ഞു. ആളുകൾ ഒന്ന് ചോദിച്ചു, എന്തേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് താങ്കൾ ഇങ്ങനെ കരയാൻ കാരണം? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയാണെന്ന്, ഇവിടെ സുരക്ഷിതമായി തണലായി കയറി നിൽക്കാനുള്ള ഇടങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നാളെ തണലായി എന്താണ് നമ്മുടെ കരങ്ങളിൽ ഉള്ളത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ, 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ അതിങ്ങനെ മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. ഖിയാമത്ത് നാളാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്നി യൗമൽ ഖിയാമ മിനൽ ഖൽഖി, സൃഷ്ടികളിലേക്ക് ഇങ്ങനെ അടുത്തു വരും അശംസ്, സൂര്യൻ എന്നത്, ഹത്താ തകൂന മിൻഹു കബിഖദാരി മീലിൻ, 1 മൈൽ അകലെയായി അതിങ്ങനെ വന്നു നിൽക്കും. 1 മൈൽ അകലെ, അത്രയും അടുത്ത് ആ സൂര്യൻ ഇങ്ങനെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനുഷ്യർ, അല്ലെ, മൂക്കറ്റം എത്തി നിൽക്കുന്ന മനുഷ്യർ, നെഞ്ചപ്പം എത്തി നിൽക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടുപ്പ് വരെ അങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ, കണങ്കാല് വരെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനുഷ്യർ. ഏതുവരെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫയഖൂനു നാസ് അലാ ഖദ്രി അഅമാലികും ബിൽ ഖറഖി, അല്ലെ, നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് നിങ്ങൾ വിയർപ്പിൽ അങ്ങനെ മുങ്ങി നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥ നാളെ ഖിയാമത്ത് നാളിൽ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ റബ്ബ് അർശിന്റെ തണൽ നൽകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസുകളിൽ. അല്ലെ, നമ്മൾ ആഗ്രഹിക്കണം എന്തിന്? ഈ ഒരു പ്രയാസം അനുഭവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ ഇറക്കുന്ന ആളുകളിൽ നമ്മൾ ആകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. നമ്മുടെ കർമ്മങ്ങളിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കണം. അല്ലെ, 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 കൂട്ടർക്ക് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ലാ ദില്ല ഇല്ലാ ദില്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കും. അത്തരം ആളുകളാകാൻ നമ്മൾ കൊതിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തീയിന്റെ ചൂട് എന്നത് ഇവിടുത്തെ തീയിനേക്കാളും 69 ഇരട്ടി ചൂടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകം അല്ലാഹുവിനോട് ആവലാതി പറയുമെന്നാണ്. ഇസ്തഖത്തിന്നാഹു ഇലാ റബ്ബിഹാ, തന്റെ റബ്ബിലേക്ക് നരകം ഇങ്ങനെ പ്രയാസം പറയും. ഫഖാലത് അഖല ബഅദി ബഅലൻ, തീയിന്റെ കാഠിന്യം പറയണത്, എന്നിലെ ചില തീകൾ മറ്റു ചില തീയിനെ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ശക്തമായ ചൂടാണ്.
നരകത്തി. അതിങ്ങനെ പരസ്പരം ഇങ്ങനെ തിന്നുന്ന അവസ്ഥയിലേക്ക് വരെ ഉയർന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫാദിന ലഹു ബിനഫസൈനി. അങ്ങനെ അതിന്റെ പ്രയാസം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് രണ്ട് നിശ്വാസം വിടുന്നതിനുള്ള അവസരം നൽകി എന്നാണ്. നഫസുൻ ഫിശ്ശിതാഇ, അതൊന്ന് തണുപ്പ് കാലത്തുള്ള ശക്തമായ തണുപ്പ് അനുഭവിക്കുമ്പോ ഉള്ള ആ ഒരു പുറത്തേക്ക് വരുന്ന അതിന്റെ നിശ്വാസമാണ് എങ്കിൽ വനഫസുൻ ഫിസ്സൈഫ്, മറ്റൊന്ന് ഉഷ്ണകാലത്തുള്ള ചൂടുകാലത്തുള്ള ശക്തമായി നമ്മൾ ചൂട് അനുഭവിക്കുന്ന ആ ദിവസങ്ങളിലുള്ള ആ ചൂടിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. എന്ത് നരകത്തിന്റെ തീയിന്റെ അതിന് നെടുവീർപ്പായി നിശ്വാസമായി അതിങ്ങനെ ഊതി അതിന്റെ ആവി ഇങ്ങനെ പുറത്തേക്ക് കളയണതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. റസൂൽ ചേർത്തു, നിങ്ങൾ കാണുന്ന ദുനിയാവിലെ ചൂട് എന്നത് ഈ ചൂടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തീയുടെ പുറത്തേക്കുള്ള ആ ഊതലിനെ കുറിച്ചാണ് ശക്തമായ ചൂട് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അംശം മാത്രമേ ആയുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നരകത്തിന് നമ്മൾ ഗൗരവത്തിൽ കാണണം, നരകത്തിന് നമ്മൾ ഗൗരവത്തിൽ കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല 70 ഇരട്ടി ചൂടാണെന്ത്. നിങ്ങളെ ദുനിയാവിലെ ചൂട് എന്നത് പരലോകത്തിലെ നരകത്തിലെ ചൂടിനേക്കാൾ അല്ലെ, പരലോകത്തിലെ ചൂട് എന്നത് 70 70 ഇരട്ടിയാണ് ഇവിടുത്തെ ചൂടിനേക്കാളേറെ. മിന്നാരി ജഹന്നം ഖീല, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഇൻകാനത്ത് ലകാഫിയ, ശിക്ഷിക്കാൻ ആ ഒരു തീ തന്നെ മതിയായതല്ലേ എന്ന് പറയുമ്പോ അതേ പ്രിയമുള്ളവരെ, എങ്കിൽ പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ചേർത്ത് വെക്കുന്നത് ഈ 69 ഇരട്ടിയും ഈ നരകത്തിന്റെ തീയിലേക്ക് ഇങ്ങനെ ജുസ്ആയി പാർട്ടായി ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ശരീരത്തിൽ നമ്മളിങ്ങനെ വലിപ്പം കൂട്ടും നരകത്തിലെത്തിയാലും മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതം മാറും. അല്ലെങ്കിൽ ഈ നിസ്സാരമായ മനുഷ്യരായിരിക്കും ശരീരത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് മനുഷ്യന്റെ തേറ്റകൾ എന്നത് അല്ലെ, അവന്റെ കൂർത്ത പല്ലുകൾ എന്നത് ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉഹുദ് മലയോളം ഉണ്ടാകും ഒരു മനുഷ്യന്റെ തേറ്റയിൽ. അത്രയ്ക്കും വലിപ്പമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയിട്ട് നരകത്തിന്റെ ശിക്ഷ ഇങ്ങനെ അവർ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അല്ലെ. കാരണം എന്താ? അള്ളാഹുവും റസൂലും പറയുന്നിടത്തു നിന്ന് മനുഷ്യർ മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. ശിക്ഷ ഏറ്റുവാങ്ങുന്നവന്റെ ഉള്ളിൽ അല്പം ആശ്വാസം കൊതിക്കും അല്ലെ. ഏതൊരാളും അങ്ങനെയാണെന്ന്. നമ്മളിപ്പോ ദുനിയാവിലാണെങ്കിൽ തണൽമരം തേടുന്നത് പോലെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ അല്പം ഒരു തണുത്ത പാനീയം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തിളക്കുന്ന പാനീയം അവന് നൽകപ്പെടും. അവന്റെ കുടൽമാലകൾ വെന്തരിയപ്പെടും. മനുഷ്യന്റെ കുടൽമാലകൾ വെന്തരിയുന്ന രൂപത്തിൽ അതെങ്ങനെ പാനം ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമല്ല ഉണ്ടാവുക. ആ മനുഷ്യന്റെ ഉള്ളിലെ ഉടൽമാലകൾ എങ്ങനെ വെന്തരിയുന്ന രൂപത്തിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിനെ ആരാധിക്കാതെ തന്നിഷ്ടങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് അല്ലെ മറ്റുള്ളവർ എന്തു പറയുമെന്ന് കരുതുമെന്ന് കരുതി വിശ്വാസമുള്ളിലുണ്ടെങ്കിലും അത് പറയാതെ കണ്ട് ജീവിച്ച മനുഷ്യർ, അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് അകന്ന് ജീവിച്ച മനുഷ്യർ, പള്ളികളിലേക്ക് പോകാതിരിക്കുന്ന മനുഷ്യർ, അങ്ങനെ മറ്റുള്ളവരുടെ തൃപ്തിക്കായി എല്ലാ തിന്മകളിലേക്കും കൂടെ കൂടുന്ന മനുഷ്യരായി അങ്ങനെ ജീവിച്ച് കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അടുക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും മടങ്ങാതെ ജീവിക്കുന്ന മനുഷ്യർ അങ്ങനെ ശിക്ഷയിൽ ആവദിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അല്ലെ. റബ്ബല്ലാത്തവർക്കിടയിൽ നേർച്ചകൾ അർപ്പിക്കുന്നവർ, പ്രാർത്ഥനകൾ നടത്തുന്നവർ, ആരാധനകൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് കടന്നു പോകുന്നവർ, രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഒരു പ്രയാസമാകുമ്പോ പല ആളുകളും അള്ളാഹുവിനെ മറന്നു പോവുകയാണ്. അള്ളാഹിനോട് തേടേണ്ടത് എന്നത് മറന്നു പോവുകയാണ്. രോഗശമനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന അള്ളാഹിനോടല്ല, മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്ന മനുഷ്യരെ കാണാം, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന മനുഷ്യരെ കാണാം, അതുപോലെ തന്നെ ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ച കാക്കണേ എന്ന് പറയുന്ന മനുഷ്യരെ കാണാം. ഇങ്ങനെ അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയുന്ന ആളുകളെ നമ്മൾ സജീവമായി കണ്ടുകൊണ്ടിരിക്കുക. മൺമറഞ്ഞ ആളുകളിലേക്ക്, മരിച്ചുപോയ ആളുകളിലേക്ക് കാവൽ തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ. അങ്ങനെയാകാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, രോഗങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ബാധിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കൊരു രോഗം വന്നാൽ അത് ശിഫ നൽകുന്നവൻ അല്ലാഹ് മാത്രമാണ്.
ആ വിശ്വാസത്തിൽ മുസ്ലിം ഉമ്മത്ത് പോലും എത്തിയിട്ടില്ല. അല്ലാഹ് അല്ലാത്തവരിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചില സ്ഥലങ്ങളിൽ പോയി ചില എണ്ണയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അങ്ങനെ വാങ്ങിക്കുടിച്ചിട്ട് അതിൽ നിന്ന് രോഗം ശമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മനുഷ്യർ. എവിടെ എത്തി? ഇബ്രാഹിമി മില്ലത്തിലാണ് നമ്മളത് പറയുമ്പോഴും പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയുക. വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ആ രോഗത്തിന് ശമനം നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ് എന്നാണ് ആര് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾക്ക് ഇപ്പോഴും കാര്യം തിരിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അല്ലെ, നരകത്തിലേക്കുള്ള വിശ്വാസവുമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിലെ മനുഷ്യന്മാര് പോലും ജീവിച്ചുകൊണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറാ, അക്രമികളായ ആളുകൾക്ക്, അല്ലെ, ശിർക്കിൽ ജീവിച്ച മനുഷ്യർക്ക്, തൗഹീദിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യർക്ക്, ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറാ, അവർക്ക് നാം നരകമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അഹാത ബിഹിം സുറാദിഖുഹാ, അങ്ങനെ ആ കൂടാരം വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ നരകത്തിൽ വെള്ളത്തിന് വേണ്ടി യാചിക്കും. ഒരൽപ്പം വെള്ളം കുടിനീര് കിട്ടിയിരുന്നെങ്കിൽ, ഒരാശ്വാസത്തിന് വേണ്ടി ഒരൽപ്പം ആ പ്രയാസം മാറാൻ വേണ്ടിയിട്ട് ഒരൽപ്പം കുടിനീര് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോ അല്ലെ, വെള്ളം ചോദിക്കുന്ന സമയത്ത് ഉരുകിയ ലോഹങ്ങളാലുള്ള വെള്ളം ആ മനുഷ്യന് നൽകപ്പെടുമെന്നാണ്. ഉരുകിയ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആ തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കുമ്പോ അത് ഇറങ്ങൂല. ഭയങ്കരമായ ചൂട് കൊണ്ട് യശ്വിൽ വുജൂഹ്, അല്ലെ, മുഖത്തിങ്ങനെ അതിങ്ങനെ ആളിപ്പടരും. യശ്വി എന്ന വാക്ക് ഷവായി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോ ആ വാക്കാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. യശ്വി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉരുക്കിയെടുക്കുന്ന രൂപത്തിൽ, മുഖത്തേക്ക് ഇങ്ങനെ അതിങ്ങനെ ആളിപ്പടരുന്ന രൂപത്തിൽ ആ തീ ഇങ്ങനെ കടന്നു വരുന്നത്. എത്ര മോശപ്പെട്ട പാനീയമാണ്, അത്രയും മോശപ്പെട്ട കൂട്ടുകെട്ടുമാണ് നരകത്തിൽ ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ ആ വെള്ളം ഇങ്ങനെയാണെങ്കിൽ അല്പം തണല് കിട്ടട്ടെ എന്ന് വിചാരിച്ചാലോ? വെള്ളം കിട്ടിയില്ല, വെള്ളം കിട്ടിയതാകട്ടെ കുടിക്കാൻ പറ്റാത്തതാണ്, എന്നാലും അല്പം തണൽ തേടി പോകാമെന്ന് വിചാരിച്ചാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കരിമ്പുകയുടെ തണലാണ്, കരിമ്പുകയുടെ തണലാണ്, ലാ ബാരിദിൻ വലാ കരീം, അവിടെ തണുപ്പുണ്ടാവുകയില്ല, അവിടെ സമാധാനം അവന് കിട്ടുകയില്ല. സമാധാനം കിട്ടൂല. ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയിലായിരിക്കും അവന് തണൽ വിരിച്ചു കൊടുക്കുന്നത് എന്നാണ്. താഴിടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെ, കറുത്ത ഇങ്ങനെ ചൂടിങ്ങനെ പുക ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ അതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല. അല്ലെ, ഇപ്പൊ അടുപ്പിന്റെ കൂട്ടിൽ നിൽക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം അവർ എത്ര കണ്ട് കഷ്ടപ്പെട്ടാണ് ഒരു തീയുടെ ചുവട്ടിൽ നിൽക്കുന്നത് എന്ന്. ഹോട്ടൽ ജീവനക്കാരായി ജോലി ചെയ്യുന്ന മനുഷ്യരോട് ചോദിച്ചാൽ അറിയാം ആ തീയിനോട് അടുത്ത് നിൽക്കുമ്പോ ഒപ്പം വെയിലിന്റെ ചൂടും കൂടെ ആയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നരകത്തിൽ മനുഷ്യന് കരിമ്പുകയുടെ തണലാണ് ലഭിക്കുക എന്നാണ്. അത് തണുപ്പുണ്ടാകൂല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി മനുഷ്യൻ അല്പം കാറ്റ് കിട്ടണമെന്ന് വിചാരിച്ചാലോ? നമ്മൾ ദുനിയാവിലാണെങ്കിൽ കാറ്റിന് വേണ്ടി പല സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ അല്പം കാറ്റിനായി കൊതിച്ചാലോ? ഇടതുപക്ഷക്കാരായ ആളുകൾ അവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? രോമകൂപങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന രൂപത്തിലുള്ള സമൂഹമായിരിക്കും, ഉഷ്ണക്കാറ്റായിരിക്കും ആ മനുഷ്യർക്ക് ലഭിക്കുക. വഹമീം, അതുപോലെ തന്നെ ചുട്ടു തിളയ്ക്കുന്ന പാനീയവുമായിരിക്കും ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ചൂടിൽ നിന്ന് രക്ഷയ്ക്കായി അല്പം ആശ്വാസമുള്ള വസ്ത്രമിടാമെന്ന് കരുതിയാലോ? പ്രിയമുള്ളവരെ, അവിടെ അത്തരം വസ്ത്രങ്ങൾ കിട്ടുകയില്ല എന്നാണ്. ടാറ് കൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അണിയിക്കപ്പെടുക. ടാറ് കൊണ്ടുള്ള വസ്ത്രം അതിങ്ങനെ ശരീരത്തിൽ ബലം പിടിച്ച് അത് എത്ര കണ്ട് ചൂടിൽ നിന്നവൻ അകലാൻ വിചാരിക്കുന്നുവോ അതിനേക്കാൾ ഏറെ ചൂട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആപതിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും ആ മനുഷ്യൻ അല്ലാഹു നൽകുക. തീയിനാൽ അവരെങ്ങനെ ആവരണം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നമ്മൾ ദുനിയാവിലെ ചൂടിന്റെ പ്രയാസം നമ്മൾ പറയുമ്പോ പ്രിയമുള്ളവരെ, ആഖിറത്തിലെ ചൂട് അങ്ങനെയാണ് എങ്കിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നമ്മൾ ജീവിച്ചു തീർക്കേണ്ട ആയുസ്സിനിടയിൽ
ഏറ്റവും മനോഹരമായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വഹും ഫീഹാ കാലിഹൂൻ. നരകത്തിൽ അങ്ങനെ അവർ പല്ലിളിച്ചിരിക്കുമെന്നാണ്. ഇങ്ങനെ അവരുടെ മുഖത്ത് ഇങ്ങനെ പല്ലിളിച്ച് ശരീരത്തിന്റെ ഈ പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന സമയത്ത് അവരറിയാതെ അവന്റെ ചതയെല്ലാം മാറി, അവന്റെ പ്രയാസങ്ങളെല്ലാം ഇങ്ങനെ നരകത്തിൽ നിന്ന് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ പല്ലിളിച്ചവരായിട്ടാണ് അവരെ കാണപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ദുരന്തങ്ങൾ പെയ്തിറങ്ങുന്ന നരകശിക്ഷയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓരോ നിമിഷവും ആശ്വാസം കൊതിക്കുമ്പോ ഭീകരമായ അന്തരീക്ഷങ്ങളാണ് നരകത്തിൽ അല്ലാഹു ഒരുക്കുന്നത്. ചൂടിനെ കരുതലോടെ കൈകാര്യം ചെയ്യുമ്പോൾ, ചൂടിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, മക്കൾക്ക് സൗകര്യം ചെയ്യുമ്പോൾ, ഭാര്യയ്ക്ക് സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് ദുനിയാവിൽ ചൂടിൽ നിന്ന് മുക്തി നേടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വിശ്വാസരംഗത്തെ ജീർണതകളിൽ നിന്ന് നമ്മുടെ ഉപ്പയെ കൈപിടിക്കാൻ, ഉമ്മയെ കൈപിടിക്കാൻ, സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ, ആ വിശ്വാസം ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തൗഹീദിനെതിരാണ്, അത് ശിർക്കാണ് എന്ന് പറയാൻ പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. കാരണം നരകത്തിന്റെ ശിക്ഷ അത് കഠോരമാണ്, അല്ലേ? അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയുന്ന മനസ്സുകളെ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഒരു വിശ്വാസിയെ മനുഷ്യൻ ശ്രമിക്കേണ്ടത്. കാരണം അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറണം. കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ കൊതിക്കണം. നമ്മുടെ ഉള്ളിൽ തൗഹീദ് അങ്ങനെ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും സുരക്ഷ കിട്ടുള്ളൂ, അല്ലെ? ഭീമാപ്പള്ളിയിലും മറ്റ് ജാറങ്ങളിലും കിട്ടുന്ന നൈവേദ്യങ്ങളും കബറാളികളോട് തേടുന്ന മനുഷ്യരുമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളിലെ പല ആളുകളും ജീവിക്കുന്നത് എങ്കിൽ തിരിച്ചു വിളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സ്നേഹത്തോടെ അവരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നോട് വിളിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അങ്ങനെ മാത്രമല്ല പറയും, വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അസ്തജിബ് ലക്കും, നാം നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇജാബത്ത് കിട്ടുന്ന റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ രംഗത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയതുപോലെ വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾ സുരക്ഷിതമായി വിശ്വാസം പറഞ്ഞു കൊടുത്ത് അവരുടെ വിശ്വാസങ്ങൾ ക്രമീകരിച്ച് തൗഹീദിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാകണം. അവർ ഒരിക്കലും ആ ദുനിയാവിലെ ചൂടിനേക്കാളേറെ 70 ഇരട്ടിയുള്ള നരകത്തിന്റെ ശിക്ഷയിൽ പോയി ആപതിക്കാൻ പാടില്ല. എന്റെ ഭാര്യ പോകാൻ പാടില്ല, എന്റെ ഭർത്താവ് പോകാൻ പാടില്ല, എന്റെ സഹോദരങ്ങൾ പോകാൻ പാടില്ല, എന്റെ കുടുംബത്തിലുള്ള ഒരാളും പോകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം. അതാണ് മുൻഗാമികളായ പ്രവാചകന്മാരെല്ലാം ചെയ്തു വെച്ചത്. അവരതാണ് പറഞ്ഞത്, അവർ അതിലേക്കാണ് ക്ഷണിച്ചത്. ആ ക്ഷണം നമ്മൾ എപ്പോഴും നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. നരകത്തിന്റെ ചൂട് അത് ഒരു മനുഷ്യനെയും പുൽകരുത് എന്നുള്ള ആത്മാർത്ഥമായ ഇഖ്ലാസുള്ള ആഗ്രഹം അത് ഉള്ളിൽ തൊട്ടായിരിക്കണം ഓരോ വിശ്വാസിയും കഴിഞ്ഞുകൂടേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين. ما بعد أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാനായിട്ട് പലരും തുറസായ സ്ഥലങ്ങളിൽ കിടക്കുന്ന അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. തുറന്ന സ്ഥലങ്ങളിൽ അങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഇവിടെ നിന്നൊക്കെ പല പ്രയാസങ്ങളും മനുഷ്യർക്ക് ഉണ്ടാകും. മുസ്ലിം പഠിപ്പിച്ച അധ്യാപനങ്ങൾ, വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ചില അധ്യാപനങ്ങൾ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. കിടക്കുമ്പോൾ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വിരികൾ തട്ടിക്കുടഞ്ഞ്, അല്ലെ വിരിയുടെ എല്ലാ നിലക്കുമുള്ള അവസ്ഥകളെയും മാറ്റി ഒന്ന് തട്ടിയെടുത്ത് അവന്റെ തലയിണകളെ ഒന്ന് അനക്കി അങ്ങനെയാണ് കിടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്തരം അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ പല പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്ന്.
അല്ലെ, നമ്മുടെ അണിയുന്ന വസ്ത്രങ്ങൾ പോലും അങ്ങനെ തന്നെയാണ്. അണിയുന്ന വസ്ത്രങ്ങൾ ഒന്ന് കുടഞ്ഞതിനു ശേഷം മാത്രമേ ആ വസ്ത്രങ്ങളായി ധരിക്കാവൂ എന്നൊക്കെ റസൂലുള്ള പഠിപ്പിക്കും. വളരെ സിമ്പിളായ, വളരെ ചെറുതായ രൂപത്തിലുള്ള ഇത്തരം അധ്യാപനങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രയാസങ്ങളിൽ അവന് കരുതലായിക്കൊണ്ടാണ് അള്ളാഹു റസൂലും അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഇനി റസൂലിന്റെ അധ്യാപനത്തിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യനാമ റജുലു അലാ സത്ഹിൻ, ഒരാൾ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ലൈസ ബി മഹ്ജൂരിൻ അലൈഹി, അതിൽ മതിൽക്കെട്ടുകളില്ല എങ്കിൽ, തുറന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉറങ്ങരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിച്ചു. വൻ ബാത അലാ അല്ലാഹുരി ബൈത്തിൻ ലൈസ ലഹു ഹിജാരിൻ, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വീടിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ, പ്രത്യക്ഷമായ രൂപത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ, എന്തില്ലാതെ ലൈസ ഹിജാരിൻ, അതിൽ ചുമരുകളില്ലാതെ കിടന്നുറങ്ങരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂടുതൽ പറഞ്ഞു, ലഖദ് ബരീതു മിനൽ ദിമ്മ, അവന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. കാരണം അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല, അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ, പരിസരങ്ങൾ, ഇവിടെയെല്ലാം നല്ല വൃത്തിയുള്ള രൂപത്തിലായിരിക്കണമെന്നും അന്നല്ലാഹു ശത്രുൽ ഈമാൻ എന്നാണ്, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്നത്. അതുകൊണ്ട് വൃത്തിയായി തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുമുള്ള സംവിധാനങ്ങളും എല്ലാം അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ സൂക്ഷ്മത പുലർത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുരക്ഷിതത്വം നൽകും. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഉറപ്പായും അത്തരം സംരക്ഷണങ്ങൾ നമുക്ക് കിട്ടുമെന്ന്. ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകുമെന്ന് കൂടെയാണ് ആ വാചകങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നമ്മൾ അടുത്ത കാലത്തായി കേൾക്കുന്ന വാർത്തകളിൽ പാമ്പുകടി ഏറ്റു മരിക്കുന്ന കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീയിൽ പൊള്ളലേൽക്കുന്ന മനുഷ്യരെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായി നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കൂടാതെ സൂചിപ്പിക്കാൻ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ക്രിട്ടിക്കലായ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ നമ്മുടെ മസ്ജിദിൽ എല്ലാ ദിവസവും വരുന്ന, അതുപോലെ തന്നെ ജുമായിൽ സജീവമായി പങ്കെടുക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ മാറ്റി, അവരുടെ പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടെ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ കേൾക്കുന്ന ഒരു ഹനീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, മലപ്പുറത്തുള്ള കുട്ടിയാണ്. സൗദി അറേബ്യയിൽ നല്ല പ്രയാസത്തിൽ ഇങ്ങനെ ICU ഇങ്ങനെ രണ്ടാഴ്ചയോളമായിട്ട് അവരുടെ മാതാപിതാക്കൾ അതിന് വെന്റിലേറ്ററിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ ശബ്ദം കേൾക്കാനും ആ കുട്ടിയുടെ ഒരു ചെറിയൊരു അനക്കമെങ്കിലും ഒന്ന് വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അത്തരം ആളുകളെയൊക്കെ നമ്മൾ പ്രാർത്ഥനകളിൽ നമ്മൾ ചേർത്ത് വെക്കുക. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ഇത്തരം പ്രയാസങ്ങൾ വരാത്ത രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് ശമനം നൽകി ആ ഉപ്പയുടെ കണ്ണുനീരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്ന അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ പല ആളുകളും പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുന്നവൻ നീയാണ്. റഹ്മാനായ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം. റഹ്മാനെ, അല്ലാഹുവേ, രോഗങ്ങളുണ്ട്, മാരകമായ രോഗങ്ങളുടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാ നിലക്കുള്ള ആരോഗ്യകരമായ അവസ്ഥയും നീ നൽകി അനുഗ്രഹിക്കുകയും നിന്റെ ദീനിൽ സജീവമായി ഇടപെടുന്ന ആളുകൾ ഞങ്ങളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد.